ഹായ് ഗായ്സ്. അങ്ങനെ ദേവയാനി നയനയെ കൂട്ടിക്കൊണ്ട് വന്നു കഴിയുമ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. എല്ലാ രീതിയിലും ദേവയാനി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും കൂടി നയനയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആദർശിൻ്റെ അടുത്തെത്തി നയന സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, നയനെ, നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധി വരെ കഴിഞ്ഞു. എന്തായാലും ഞാൻ വ്രതമെടുത്ത് മലയ്ക്ക് പോയപ്പോൾ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം താനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറണേ എന്നുള്ളതാണ്. അതിനൊക്കെ ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതെ, മുഴുവനായിട്ടും മാറിയിട്ടൊന്നുമില്ല. അമ്മ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ആദർശേട്ടന് വേണ്ടിയിട്ടാണ്. ആദർശേട്ടന് ശ്വാസമുട്ടലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ആദർശേട്ടൻ എന്നെ ഓർത്ത് ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാണ് അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. അതുപോലെ വീട്ടിൽ അച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നെ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നും അമ്മ സ്നേഹിക്കുന്നവരാണ് അവരെല്ലാം, അതുകൊണ്ട് അവരുടെ ഒന്നും വിഷമം അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് എന്നെ കൂട്ടിക്കൊണ്ട് വന്നതെന്നൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞത്. അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെയൊക്കെ അമ്മ പറഞ്ഞെങ്കിലും നിന്നോട് ഉള്ളിൻ്റെ ഉള്ളിൽ അമ്മയ്ക്ക് സ്നേഹമുണ്ട്. അങ്ങനെ ആവാതിരിക്കാൻ അമ്മയ്ക്ക് ആകുകയില്ല. നിൻ്റെ കരളല്ലേ അമ്മയ്ക്ക് പകുത്ത് നൽകിയിരിക്കുന്നത്. അപ്പം നയന പറയാണ്, അമ്മ ആ വിവരമൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ, ഒരു സൂചന പോലും നമ്മളാരും കൊടുത്തിട്ടുമില്ല. പിന്നെ എന്താണോ അമ്മയ്ക്കിപ്പോൾ ഇങ്ങനെ ഈ മനമാറ്റം. അപ്പോൾ ആദർശ് പറയാണ്, ഇനി നമ്മളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. നമ്മൾ സ്നേഹമായിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ശാന്തി മുഹൂർത്തത്തെക്കുറിച്ചും നമ്മുടെ സന്തോഷമുള്ള ദാമ്പത്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ ഓർക്കുക എന്ന് പറയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോകാൻ ഭയങ്കര മടിയാണ്. താനും കൂടി ഓഫീസിലുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. അപ്പം നയന പറയാണ്, അതെന്തിനാ, ശൃംഗരിച്ചിരിക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയാണ്, ആണെന്ന് തന്നെ കൂട്ടിക്കോ. തൻ്റെ ഡിസൈൻസൊക്കെ അവിടെ നല്ല നിലവാരമുള്ളതല്ലേ, അതുപോലെ തന്നെ തനിക്ക് അവിടുത്തെ ബെസ്റ്റ് ഡിസൈനർ പൊസിഷനും ഉണ്ടല്ലോ. അതുപോലെ മെയിൻ ഡിസൈനറായിട്ട് തന്നെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തതുമല്ലേ. അപ്പം പിന്നെ അവിടെ വന്നിന്ന് ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ കാണുകയും ചെയ്യായിരുന്നു. ഇപ്പം എനിക്ക് തന്നെ കാണാതിരിക്കാൻ വയ്യടോ എന്ന് ആദർശ് പറയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇട്ടെറിഞ്ഞിട്ട് ഓഫീസിൽ പോകാനായിട്ട് അമ്മ സമ്മതിക്കുമെന്ന് ആദർശേട്ടന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ സമ്മതിക്കൂടോ, അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാമെന്ന് പറയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം നയന നവ്യയെ കാണുകയാണ്. അപ്പം നവ്യയോട് ഇങ്ങനെ നയന സംസാരിക്കുകയാണ് കേട്ടോ. അതെ, എനിക്ക് ഓഫീസിൽ പോയി ജോലി ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയാം. അപ്പം നവ്യ പറയുന്നുണ്ട്, ചെയ്തോ, അതിനിപ്പോൾ എന്താ, നീ ഓഫീസിൽ പോക്കോ, നിനക്ക് ആദർശിൻ്റെ അടുത്ത് കുറച്ച് കൂടുതൽ സമയം ചിലവഴിക്കാം. അത് തന്നെയല്ല, ഇവിടുത്തെ അടുക്കള ജോലിയിൽ നിന്ന് നിനക്കൊരു മുക്തിയും ഉണ്ടാവും. സർജറിയൊക്കെ കഴിഞ്ഞ് നിനക്കൊരു റെസ്റ്റും ആവും. അപ്പം നയന പറയാണ്, അതൊന്നും അമ്മ സമ്മതിക്കില്ല. അമ്മ സമ്മതിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നവ്യ പറയാണ്, അതൊക്കെ നമുക്ക് സമ്മതിപ്പിക്കാം. നീ ചോദിക്കണം അമ്മയോട്, എങ്ങനെയെങ്കിലും ഇത് സമ്മതിക്കാൻ പറയണം എന്ന് പറയാണ് കേട്ടോ. അതിനുശേഷം അനിയും നവ്യയും കൂടെ സംസാരിക്കുകയാണ്. അപ്പം നവ്യ അനിയോട് പറയുന്നുണ്ട്, അനി, നയനയ്ക്ക് ഓഫീസിൽ പോയി നിന്നാൽ കൊള്ളാമെന്നുണ്ട്. അവിടെ വർക്ക് ചെയ്യുകയും ചെയ്യാം. ഇവിടെ അടുക്കളയിലെ കട്ടിപ്പെട്ട ജോലികളൊന്നും ചെയ്യേണ്ട. പിന്നെ അനാമികയുടെയും അതുപോലെ മറ്റുള്ളവരുടെയും എല്ലാം കുത്തുവാക്കുകൾ കേൾക്കുകയും വേണ്ട. അവൾക്ക് ആദർശിൻ്റെ ഒപ്പം കുറച്ച് കൂടുതൽ സമയം ചെലവഴിക്കണമെന്നുണ്ട്. പക്ഷേ ഓഫീസിൽ പോകാനായിട്ട് വല്യമ്മ സമ്മതിക്കില്ലല്ലോ. അങ്ങനെ ആയതുകൊണ്ട് അവൾ ആകെ വിഷമത്തിലാണെന്ന് പറയാം. അപ്പോഴേക്കും അനി പറയുന്നുണ്ട്, അത് നേരാ, വല്യമ്മ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നയനേടത്തി ഓഫീസിൽ പോകുന്ന തന്നെയാണ് നല്ലത്. ഏത് വിധേനെ നയനേടത്തിയെ നമുക്ക് ഓഫീസിൽ വിടണം. അങ്ങനെ ഇവിടുത്തെ വേലക്കാരിയായിട്ട് ജീവിതം തീർക്കാനുള്ളതല്ലല്ലോ നയനേടത്തിക്ക്. അതുപോലെ കഴിവുള്ള ആളല്ലേ നയനേടത്തി. അപ്പം നവ്യ പറയാണ്, എന്താ ഈ ഒരു മാർഗം, എങ്ങനെയും നയന ഓഫീസിൽ പോകാൻ തുടങ്ങണം. ഇവിടെ എല്ലാവരുടെയും വേലക്കാരിയായിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാതെ. അപ്പോൾ അനി പറയാ, അതിന് നമുക്കൊരു പ്ലാൻ ചെയ്യാം. ഇപ്പോഴാണെങ്കിൽ വല്യമ്മയ്ക്ക് അമ്മയോടും അനാമികയോടും അപ്പച്ചിയോടും ഒക്കെ ഭയങ്കര ദേഷ്യമാണ്. അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്യമ്മയ്ക്ക് ഇപ്പം ദേഷ്യമാണ്. അതുകൊണ്ട് വല്യമ്മയെ ഇളക്കാനുള്ള വഴിയൊക്കെ എനിക്കറിയാം. നവ്യേച്ചി എൻ്റെ കൂടെ നിന്നാൽ മതിയെന്ന് അനി പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ നയനയോട് ചെന്ന് പറയുന്നുണ്ട്, നയനെ, ഞങ്ങളൊരു പണി ഒപ്പിക്കും. ഇന്ന് വൈകിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുമ്പം നീ ചോദിക്കണം വല്യമ്മയോട്, പോക്കോട്ടേന്ന്, ജോലിക്ക് പോയിക്കോട്ടെ എന്ന് ചോദിക്കണം. അപ്പോൾ വല്യമ്മ സമ്മതിച്ചിരിക്കും എന്ന് പറയുകയാണ്. അപ്പം ഉടനെ അനിയോട് ചോദിക്കുന്നുണ്ട് നയന, അതെങ്ങനെയാ, അമ്മ സമ്മതിക്കില്ല, അതിനൊന്നും നേരത്തെ ഞാൻ ചോദിച്ചിട്ടുള്ളതല്ലേ എന്ന് പറയുമ്പം
ഉടനെ തന്നെ അനി പറയാ, ഏടത്തി അതൊന്നും വിചാരിക്കേണ്ട, സമ്മതിപ്പിക്കുന്ന കാര്യം ഞങ്ങളേറ്റു, ഞങ്ങൾ പറയുന്ന പോലെ പറയുന്ന സമയത്ത് ചോദിച്ചാൽ മതി കേട്ടോ എന്ന് പറയുകയാണ്. അപ്പോൾ ശരിയെന്ന് നയനി പറയാം. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും രണ്ടായിട്ടാണ് ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നയന ഉണ്ടാക്കിയ ഫുഡ് വേണ്ടാന്നുള്ള രീതിയിലാണ് ജലജയും ജാനകിയും അനാമികയൊക്കെ. അവർക്കായിട്ട് ജാനകിയാണ് ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. നയനയുടെ ഫുഡാണ് കേട്ടോ ദേവയാനി മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ കഴിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഫുഡ് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ അനിയാണെങ്കിൽ നയനയുടെ ഫുഡ് വാങ്ങി കഴിക്കുന്നുണ്ട്. അത് അനാമികയ്ക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അനി പറയുന്നുണ്ട്, നയനേച്ചി വെക്കുന്ന ഫുഡിൻ്റെ ടേസ്റ്റൊന്നും ഇവിടെ അമ്മ വെച്ചാലും ഇല്ല, അത് ജാനകിക്കും അനാമികയ്ക്കും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പിക്കൊടുത്ത് ദേവയാനി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ വേറെ ഫുഡാണല്ലോ ഉണ്ടാക്കിയത്, എന്താ നയനെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ചോദിക്കുക. അപ്പോൾ ഉടനെ തന്നെ ജാനകി പറയാണ്, ഇല്ല, ഞങ്ങൾക്ക് താല്പര്യമില്ല, അവൾ ഉണ്ടാക്കി തരുന്ന ചപ്പും ചവറൊന്നും കഴിക്കാനല്ല ഞങ്ങളിവിടെ ഇരിക്കുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ദേവയാനിക്ക് അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ആ സമയം ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇത്രയും നാളും നിങ്ങൾ അവൾ വെച്ചുണ്ടാക്കി തന്നത് തന്നെയല്ലേ കഴിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. ഉടനെ അനി ആ സൈഡിൽ നിന്നിട്ട് പറയാണ്, അതെ വല്യമ്മേ, ഒരു കാര്യം ഞാൻ പറയട്ടെ, നയനേച്ചി വെക്കുന്ന ഫുഡ് ഇവർക്കാർക്കും ഇഷ്ടമില്ല. അങ്ങനെയാണെങ്കിൽ നയനർത്തി ഓഫീസിലേക്ക് പോട്ടെ അല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ജാനകി പറയാണ്, ഓഫീസിലേക്ക് പോകാനോ? അവൾ ഓഫീസിലേക്ക് പോയാൽ ഇവിടുത്തെ ജോലികളൊക്കെ ആര് ചെയ്യുമെന്നാ? വേറെ ആരെങ്കിലും വന്ന് ചെയ്യുമോ? അല്ലേലും അവളെ ഓഫീസിലേക്ക് വിടാനൊന്നും ഏടത്തി സമ്മതിക്കുകയില്ല, അതിനുള്ള വെള്ളമൊക്കെ അങ്ങ് വാങ്ങി വെച്ചാൽ മതി. അന്നേരത്തേക്ക് ഉടനെ ജലജയം പറയും, എടാ ചെറുക്ക അനി, അവളെ ഓഫീസിലൊന്നും പോകത്തില്ല, അവളെ ഏടത്തി വിടുകയില്ല. ഇതിനു മുമ്പ് പല പ്രാവശ്യം ചോദിച്ചതാ, ഏടത്തി വിടാനായിട്ട് സമ്മതിച്ചിട്ടില്ല. അങ്ങനെ അധികാരഭാവത്തിൽ അവർ പറയുന്ന കേൾക്കുമ്പോഴേക്കും ദേവയാനിക്കത് ഇഷ്ടപ്പെടുന്നില്ല. അത് മനസ്സിലാക്കാണ് നവ്യ അതുപോലെ അനിയും. അവർ നയനെ കണ്ണ് കാണിക്കുന്നുണ്ട്, ഇത് കറക്റ്റ് സമയമാണ് ചോദിച്ചോന്ന്. അപ്പോൾ അനി ഇളക്കി വിടുകയാണ്, അതെ നേരാ, വല്യമ്മ വിടില്ലായിരിക്കും എന്നാ അമ്മ പറയുന്നത്. വല്യമ്മയുടെ അഭിപ്രായം എന്താ? അമ്മയുടെ അഭിപ്രായം വല്യമ്മയുടെ അഭിപ്രായം ഒന്ന് തന്നെയാണോ എന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ നയന പറയാണ്, അത് ഞാൻ ഓഫീസിൽ പോയിക്കോട്ടെ അമ്മേ എന്ന് ചോദിക്കുമ്പം ഉടനെ തന്നെ ദേവയാനി പറയാണ് കേട്ടോ, നീ നാളെ മുതൽ ഓഫീസിൽ പൊക്കോ നയനേന്ന്. അപ്പോൾ ജലജൻ ജാനകി അനാമികയൊക്കെ അന്തം വിട്ട് പോവാണ്. അവർ ചോദിക്കുക, അതെന്താ ഇപ്പം ഇവളോട് ഓഫീസിൽ പോകാൻ ഏടത്തി പറയുന്നേ? അപ്പോൾ ഉടനെ ദേവയാനി പറയാ, അതെന്താ ജാനകി, അവൾ ഓഫീസിൽ പോയാൽ അവൾ വെച്ചുണ്ടാക്കുന്ന ഫുഡൊന്നും നിങ്ങൾക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ നിങ്ങൾക്ക് തനിയെ കയറി ഉണ്ടാക്കാമല്ലോ, പിന്നെ അവൾ ഓഫീസിൽ പോയിക്കോട്ടെ. ഓഹോ, ഇപ്പം ഏടത്തി അങ്ങനെയുള്ള തീരുമാനങ്ങളാണല്ലേ? സ്വന്തം മരുങ്ങളെ ഓഫീസിൽ വിടാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. അതെ, അതിന് ജാനകിക്ക് എന്താ? ജാനകിയുടെ മകള് അനാമിക ഇവിടെ ഉണ്ടല്ലോ, അടുക്കളയിൽ കയറാനും ഭക്ഷണം ഉണ്ടാക്കാനും ഒക്കെ അനാമികയില്ലേ? അപ്പോൾ അനാമിക പറയാണ്, പിന്നെ ഞാനിവിടുത്തെ വിലക്കാരിയൊന്നുമല്ല, ഞാൻ നല്ല അന്തസ്സും ആഭിജാതിയുള്ള കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഞാൻ എൻ്റെ വീട്ടിൽ ഇതൊന്നും ചെയ്ത് ശീലിച്ചിട്ടുമില്ല. പിന്നെ ഇവിടുത്തെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാനും ആഹാരം ഉണ്ടാക്കാനും ഒന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ ദേവയാനി പറയാണ്, നയനി അതുപോലെ തന്നെയാണ്, നയനിക്കും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പം ഈ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കാൻ അനാമികയ്ക്ക് പറ്റത്തില്ലെങ്കിൽ അനാമിക ഭക്ഷണം കഴിക്കണ്ട. അനാമികയ്ക്കൊക്കെ ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കണം. നാളെ മുതൽ നയന ഓഫീസിലേക്ക് തന്നെ പോകും. അതെൻ്റെ തീരുമാനമാണ്. എന്നോട് തർക്കിച്ച് വരാറൊന്നും ആയിട്ടില്ല ജാനകി അനാമികയൊന്നും എന്ന് പറയുമ്പം അനാമിക ആപ്പാടെ അങ്ങ് ഞെട്ടിപ്പോവാണ്. ഒന്നുകൂടി ദേവയാനി പറയാണ്, നയനെ നാളെ മുതൽ നീ ഓഫീസിൽ പോയിക്കോണം. അടുക്കളയിലെ കാര്യങ്ങളും പാചകങ്ങളും ഒക്കെ ഇനി മുതൽ അനാമിക നോക്കും. കൂട്ടിന് ജാനകിയും അതുപോലെ ജലജയും ഉണ്ട്. അങ്ങനെ മതി ഇനി ഇവിടുത്തെ കാര്യങ്ങളെന്ന് പറയാണ് കേട്ടോ. അപ്പം നയനയ്ക്കും സന്തോഷമാവാണ്, അനിക്കും നവ്യയ്ക്കും സന്തോഷമാവാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ. താങ്ക്